ശ്രീമദ് ഭാഗവതം ക്ലാസ് 43. നമ്മളിന്ന് സ്കന്ധം 3 16-ാമത്തെ അധ്യായമായിട്ട് ദിതിയുടെ ഗർഭധാരണമാണ് നോക്കുന്നത്. അപ്പം നമുക്ക് 1, 2, 3 എന്താണ് പറയുന്നത്? ശ്രീസുകൻ പറയുന്നു, ശ്രീഹരിയുടെ ചരിത്രം മൈത്രേയനിൽ നിന്നും കേട്ട് വിതുര ചില കാര്യങ്ങളിലൊന്നും തൃപ്തി വന്നില്ല. ഉദാഹരണമായിട്ട് ഹിരണ്യാക്ഷൻ വധിക്കപ്പെട്ടതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിനിടയ്ക്ക് ഹിരണ്യാക്ഷനെ വധിച്ചു. എന്ത് കാരണത്താലാണ് യുദ്ധം സംഭവിച്ചത്? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വധിക്കേണ്ട അവസരം വന്നത്? അതുമായിട്ട് വല്ല പൂർവ്വ ബന്ധങ്ങൾ എന്തുകൊണ്ടോ എന്നുള്ളൊരു സംശയം ചോദിക്കുന്നു. അപ്പോൾ 4 മൈത്രേയൻ പറഞ്ഞു, അങ്ങേരുടെ ചോദ്യം വളരെ പ്രധാനം തന്നെയാണ്. മരണപാശത്തെ അറുത്തുകളയുന്ന ശ്രീഹരിയുടെ അവതാരത്തെ പറ്റിയാണല്ലോ ചോദിച്ചത്. ആ മരണപാശത്തെ പോലും അറുത്ത് കളയാൻ കഴിയുന്ന തരത്തിലുള്ള ശ്രീഹരിയുടെ അവതാരം. അപ്പം ശ്രീഹരി അവതാരം ചെയ്യുന്നത് ചിലവരെല്ലാം മരണത്തെ പോലും മറികടന്നിട്ട് മോക്ഷം പ്രാപിക്കുവാനുള്ള അവസരത്തിനായി കാരണമാകുന്നുണ്ട്. അപ്പം ഈ കഥയായിട്ട് അതിന് ബന്ധമുണ്ട്. അതുകൊണ്ട് ചോദിച്ച ചോദ്യം വളരെ പ്രശസ്തം തന്നെയാണ്. എൻ്റെ 5 പറയുന്നു, നാരദമുനിയാൽ ചൊല്ലിക്കൊടുക്കപ്പെട്ട ശ്രീഹരി കഥയാൽ ഉത്താനപാദന്റെ പുത്രനായ ധ്രുവൻ. അപ്പം നാരദ മുനിയാൽ ചൊല്ലിക്കൊടുക്കപ്പെട്ട ശ്രീഹരിയുടെ കഥ. അപ്പം അതിൽ ഉത്താനപാദന്റെ പുത്രനായ ധ്രുവൻ മരണത്തിന്റെ തലയിൽ കാൽ വെച്ച് വിഷ്ണു സ്ഥാനത്തെ പ്രാപിച്ചു. അപ്പം നാരദൻ ശ്രീഹരിയുടെ കഥ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ധ്രുവന്. അതിലൂടെ ധ്രുവൻ എന്ത് ചെയ്തിട്ടുണ്ട്? അദ്ദേഹത്തിന്റെ കാലെടുത്തിട്ട് മരണത്തിന്റെ തലയിൽ വെച്ചു എന്ന് പറഞ്ഞാൽ മരണത്തെയും മറികടന്നുകൊണ്ട് പോയിട്ട് ബ്രഹ്മസാക്ഷാത്കാരം നേടി വിഷ്ണുപദത്തെ പ്രാപിച്ചു. അപ്പോൾ ബ്രഹ്മസാക്ഷാത്കാരം നേടുന്നവർക്ക് പിന്നെ മരണമില്ല എന്നുള്ളതാണ് സത്യം. മരണം സംഭവിക്കുന്നതിനെക്കാട്ടി മുമ്പിൽ നമ്മളെ ജീവാത്മാവിനെയും പരമാത്മാവിനെയും തമ്മിൽ യോജിപ്പിക്കുന്നതാണ് ബ്രഹ്മസാക്ഷാത്കാരം. നമ്മുടെ ജീവാത്മാവും പരമാത്മാവും ഒന്നായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് നിർഗുണ അവസ്ഥയിലായി മാറും. പിന്നെ ഒന്നിലും ഈ ലോകമായിട്ട് പിന്നെ ബന്ധമൊക്കെ പോയി. പിന്നെ ലോകമായിട്ട് ഒരു ബന്ധവുമില്ല. ശരീരം എല്ലാം എടുത്ത് ദൂരെ കളയും. അപ്പം പിന്നെ മരണമില്ല. എൻ്റെ 6 പറയുന്നു, ഇതുമായി ബന്ധപ്പെട്ട ഒരു പുരാവൃത്തം ബ്രഹ്മദേവൻ ദേവതകളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് പറയാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥ, പുരാണ കഥയുണ്ട്. അത് ബ്രഹ്മദേവൻ പറഞ്ഞ് ദേവന്മാരോട് പറഞ്ഞത് കേട്ടത് ഞാനിവിടെ പറഞ്ഞു തരാം. എന്നിട്ടാണ് 7-ലും 8-ലുമായിട്ട് ദക്ഷന്റെ മകളായ ദിതി. അപ്പം ദക്ഷന്റെ പുത്രിയാണ് ദിതി. അവിടെ ഒരു ദിവസം സന്ധ്യാസമയത്ത് കാമദേവന്റെ ബാണത്താൽ പ്രേരിതമായി, അതായത് നമ്മില് കാമവികാരം എല്ലാം ഉണ്ടാകുന്നത് ആ ഗ്രഹങ്ങളുടെ അതിനെയാണ് ചില പ്രേരണകളാലാണ്. അപ്പം കാമത്തെ പ്രേരിപ്പിക്കുന്ന ആ ശക്തി വിശേഷത്തെയാണ്, ആ ബലത്തെയാണ് കാമദേവൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ചില സമയത്തിലെല്ലാം നമ്മളിൽ ഇങ്ങോട്ട് പ്രേരണ വരികയാണ്, അല്ലാതെ നമ്മൾ ആലോചിച്ചുകൊണ്ടുണ്ടാകുന്നതൊന്നുമല്ല. പലതും സംഭവിക്കുന്നത് നമ്മളിൽ ഇങ്ങോട്ടൊരു പ്രേരണ വരുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നതും നമ്മൾ അറിയാതെ തന്നെ ചെയ്തു പോകുന്നുണ്ട്. നമ്മൾ വിചാരിക്കും നമ്മൾ അറിഞ്ഞിട്ട് ചിന്തിച്ചിട്ട് ചെയ്യുന്നതാണ്, പക്ഷേ അല്ല. ഓരോ സമയത്ത് ഓരോ തോന്നലുണ്ടാക്കുന്നുണ്ട്. അങ്ങനെ കാമവുമായിട്ട് ബന്ധപ്പെട്ട ആ പ്രേരിപ്പിക്കുന്ന ശക്തി വിശേഷത്തെയാണ് മന്മഥൻ എന്നെല്ലാം പറയുന്നു. അപ്പം അങ്ങനെ ഒരു പ്രേരണ കൊണ്ട് ദിതി സന്ധ്യാസമയത്ത് കാമത്തിനടിപ്പപ്പെട്ട് സന്താനം ലഭിക്കണമെന്നുള്ള ഇച്ഛയോടുകൂടി മരീചിയുടെ പുത്രനായ കശ്യപൻ എന്ന ഭർത്താവിനെ സമീപിച്ചു. കശ്യപനാണ് ഭർത്താവ്. ഒരു സന്ധ്യാസമയത്താണ് സമീപിച്ചത്. അതായത് ആദിത്യൻ അസ്തമിക്കുന്ന സമയം
ശ്രീ മഹാവിഷ്ണുവിനെ പാലുകൊണ്ട് അഭിഷേകം ചെയ്ത ശേഷം ശുദ്ധമായി ഇരിക്കുകയായിരുന്നു മറ്റേ ഭർത്താവ്. കാരണം അദ്ദേഹം ഒരു നല്ല ആത്മീയ കാര്യത്തിലെല്ലാം ബന്ധപ്പെട്ടുകൊണ്ട് വിഷ്ണുവിനെയെല്ലാം ആരാധിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയത്താണ് ഇവള് കാമുവായിട്ട് അവിടെ ചെന്നത്, ദിതി സമീപിച്ചത്. ഇനി 10 പറയുന്നു, ഇത് ദിതി കർഷകനോട് പറഞ്ഞു, കാമദേവൻ വില്ലുകുലച്ച് എന്നെ കാമത്തിൽപ്പെടുത്തിയിരിക്കുകയാണ്. എന്നിട്ട് അങ്ങേക്ക് സമീപം എത്തിച്ചിരിക്കുകയാണ്. കാമദേവനാണ് എന്നെ പ്രേരിപ്പിച്ചിട്ട് അങ്ങയുടെ അടുത്ത് എത്തിച്ചിരിക്കുന്നത്. ഇനി 11 അതിനാൽ സന്താന പ്രാപ്തിക്കായിട്ട് അപ്പോൾ ഒരു കുട്ടി ജനിക്കണം. ഇതാണ് കാലത്തിൻ്റെ ആവശ്യം. ഏതൊരു കുട്ടി? കശ്യപനിൽ നിന്ന് ദിതിക്ക് സന്ധ്യാസമയത്ത് ഒരു തലതിരിഞ്ഞ കുട്ടി ജനിക്കണം. 1 2 ആകട്ടെ, പിന്നെ പറയും. അപ്പൊ അതിന് പറ്റിയ സമയം സന്ധ്യാസമയമാണ്. ഈ സന്ധ്യാസമയം ചെയ്യുമ്പോഴാണ് ഈ ഉണ്ടാകുന്ന കുട്ടികളാണ് ഒരുമാതിരി അസുര സ്വഭാവമെല്ലായി പോകുന്നതെന്നാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. സന്ധ്യ എന്ന് പറഞ്ഞാൽ അസ്തമിക്കുകയാണ്. നമ്മൾ കർമ്മം രാവിലെ എന്ന് പറഞ്ഞാൽ കർമ്മത്തിന് പ്രേരിപ്പിക്കുന്ന പുരോഗതിയിലേക്ക് നമ്മൾ നയിക്കുന്ന സമയമാണ്. സന്ധ്യാസമയം എന്ന് വെച്ചാൽ നമുക്ക് കർമ്മമൊന്നും ചെയ്യാൻ താല്പര്യമുള്ളതല്ല, പിന്നോട്ടടിക്കുന്ന ഒരു, അതായത് തമോ ഗുണത്തിൽപ്പെട്ട ഒരു സമയമായിരിക്കും. അതുകൊണ്ട് ആ സമയത്തുണ്ടാകുന്ന കുട്ടികളെല്ലാം കാലത്തെ പിന്നോട്ടടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരായിരിക്കും. രാവിലെ നമ്മളെ കർമ്മത്തിന് പ്രേരിപ്പിക്കും, വൈകുന്നേരം കർമ്മത്തിൽ നിന്ന് വിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കാനുള്ള പ്രേരണ ഉണ്ടാകുന്നുണ്ട്. അത് തമോ ഗുണമാണ്. അപ്പം അങ്ങനത്തെ സമയത്തുണ്ടാകുന്ന കുട്ടികളാണ്, അതും കാലത്തിന് ആവശ്യമുണ്ട്. അതുകൊണ്ടാണല്ലോ കാമദേവൻ എന്നേരം ഇറങ്ങി പുറപ്പെട്ടത്, ഇവരിലോട്ട് ഒരു കുട്ടി ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ അത് കാമദേവൻ തീരുമാനിക്കുന്ന വലിയ കാര്യം നടക്കും. കാരണം പ്രകൃതിക്ക് അങ്ങനെ ഒരു കുട്ടി ആവശ്യമുണ്ട്, ഒരു അസുര സന്തതിയെ ആവശ്യമുണ്ട്. അപ്പോൾ ആ സമയം തന്നെയാണ് പറ്റിയത്. അപ്പോൾ എന്നിട്ട് പറയുകയാണ്, എനിക്ക് സന്താനം ഉണ്ടാകണമെന്നുള്ള ഭയങ്കര വെമ്പൽ കൊണ്ടിരിക്കുകയാണ്, എന്നിൽ പ്രസാദിക്കണം, അതിലൂടെ നിങ്ങൾക്ക് സൽകീർത്തി ഉണ്ടാവും. ഒരു പുത്രൻ ഉണ്ടാകുമ്പോൾ പുത്രനിലൂടെയാണല്ലോ നമ്മുടെ സൽകീർത്തിയെല്ലാം ഉണ്ടാകുന്നത്. എന്ത് കീർത്തിയാണെന്നുള്ള വേറെ കാര്യം. അതുകൂടെ അവനും അങ്ങേർക്കും സന്തോഷിക്കാം, നല്ലൊരു പുത്രൻ ഉണ്ടാകുന്നതുകൊണ്ട് അങ്ങേർക്കും സന്തോഷിക്കാം എന്നും പറഞ്ഞുകൊണ്ടാണ് അവൾ സമീപിച്ചത്. അപ്പം 13 പെൺമക്കൾ വാത്സല്യപ്പെടുന്ന പെണ്ണുമക്കളെ വാത്സല്യത്തോടെ കാണുന്ന പിതാവായ ദക്ഷ പ്രജാപതി. ഇപ്പം ദക്ഷ പ്രജാപതി പണ്ടെന്ത് ചെയ്തിട്ടുണ്ട്? ഞങ്ങളെ വെവ്വേറെ വിളിച്ചിട്ട് അങ്ങനെ പുത്രിമാരെയെല്ലാം വെവ്വേറെ ഒറ്റക്ക് വിളിച്ചിട്ട് ആരെ ഭർത്താവായി വേണമെന്ന് ചോദിച്ചു ദക്ഷ പ്രജാപതി. അങ്ങനെ പെമ്മക്കളെല്ലാം വിളിച്ചിട്ട് ഓരോടെ ഒറ്റക്കൊറ്റക്കായിട്ട് നിനിക്കാരെ വേണമെന്ന് രഹസ്യമായി ചോദിച്ചു. അപ്പം എല്ലാവരും പറഞ്ഞ ഏതാണ്? കശ്യപനമാണെന്നാണ്. ഇത് 14 പറയാണ്, പുത്രിമാരുടെ ഇഷ്ടം മനസ്സിലാക്കിയ ദക്ഷൻ 13 പുത്രിമാരെയും താങ്കൾക്ക് നൽകി. അങ്ങനെയാണ് എല്ലാവരെയും താങ്കൾക്ക് നൽകിയ, കാരണം എല്ലാവർക്കും ഇങ്ങേക്കും മതി. അപ്പൊ ഇവിടെ പുത്രിമാര് കശ്യപൻ ഇങ്ങനെയെല്ലാം പറയുമ്പോൾ നമ്മൾ ഇതെല്ലാം വ്യക്തികളായിട്ടൊന്നും ചിന്തിക്കരുത്, വ്യക്തികളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ഇതെല്ലാം എന്താണ് എന്ന് ആദ്യം മനസ്സിലാക്കണം. കഥയിൽ കഥാപാത്രമായിട്ട് കണ്ണു മൂക്കും എല്ലാം വെച്ച് ഭാര്യ ഭർത്താവ് എന്നെല്ലാം പറയുമെങ്കിലും നമ്മളിപ്പോ ഒരു വീട് നിർമ്മിക്കണ്ടെങ്കിൽ ഒരു പ്ലാൻ ഉണ്ടാക്കി വെച്ചോണ്ടൊന്നും വീടുണ്ടാവില്ല. ആ പ്ലാനിന്റെ പിന്നാലെ ഇറങ്ങി ഏകോപിപ്പിക്കാൻ ഒരു ശക്തി വേണം, മനുഷ്യര് വേണം. ഒരു ഉദാഹരണം നോക്കാം. മെട്രോ, നമ്മളൊരു മെട്രോ തുടങ്ങുമ്പോൾ ഒരാളെ കണ്ടെത്തി അതിന് നേതൃത്വം കൊടുക്കാൻ മെട്രോമാൻ എന്ന് നമ്മൾ പറയുന്നില്ല. എന്തുകൊണ്ടാണ്? എന്തിനൊരാൾ വേണം. ഇപ്പം നിയമം കൈകാര്യം ചെയ്യുന്നിടത്ത് ജഡ്ജിന്റെ സീറ്റിൽ ഒരാൾ വേണം. നിയമത്തെ വ്യാഖ്യാനം, നിയമം ഉണ്ടാക്കി വെച്ചുകൊണ്ട് പ്രാബല്യത്തിൽ ഇവരൊന്നുമില്ല. ഇപ്പം നടപ്പാക്കണ്ടെങ്കിൽ ആ സീറ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യണം, DGP എന്നെല്ലാം പറഞ്ഞുകൊണ്ട്. അതിൽ ഇരിക്കുന്ന ആരിരുന്നാലും അതിനൊന്നും കാര്യമില്ല. പക്ഷെ ആ സീറ്റിൽ ഏകോപിപ്പിക്കാൻ, നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചോളൊന്നും കാര്യമില്ല, ഏകോപിപ്പിക്കാൻ ഒരു കാര്യം ഉണ്ടായാലേ പറ്റൂ. അപ്പോൾ യുക്തിവാദികളെല്ലാം പറയുന്ന എല്ലാം ഞാനാ തീരുമാനിക്കുന്നത്. അതെ, ശരി തന്നെയാണ്. ഒരു
പ്രേരിപ്പിക്കുന്ന ഒരു ശക്തി വേണം, ഏകോപിപ്പിക്കുന്ന ഒരു ശക്തി വേണം. ഞാനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാനാണ് എന്തെങ്കിലും ഒരു കർമ്മം നടക്കുന്നത്, അതിന് നേതൃത്വം ഞാനാണ് ഏറ്റെടുക്കുന്നത്. അതാണ് യുക്തിവാദികൾ പറയുന്നത്. ഇത് എവിടെയും ബാധകമാണ്, പ്രപഞ്ച സൃഷ്ടിക്കും ബാധകമാണ്. പ്രപഞ്ച സൃഷ്ടിയിൽ ഓരോന്ന് നടക്കുമ്പോൾ അതിനെ ഏകോപിപ്പിക്കാൻ ഒരു ശക്തി വേണം. ആ ശക്തിയാണ് പലതായിട്ട് തിരിച്ചിട്ട് ചിലത് കാമത്തിലൂടെയാണ് കാര്യങ്ങൾ നടപ്പാക്കുന്നത്, അല്പം കാമദേവൻ എന്ന് പറയുന്നു. അങ്ങനെ പലതരത്തിൽ ചിലത് സൃഷ്ടിയായതുകൊണ്ട് സൃഷ്ടി ഭഗവാൻ എന്നൊരു ശക്തിയായിട്ട് പറയുന്നു, ചിലത് സംരക്ഷിക്കുന്നതുകൊണ്ട് സംരക്ഷിക്കുന്ന ശക്തി എന്ന് പറയുന്നു. ചിലപ്പോൾ ചിലവര് പ്രശ്നങ്ങൾ കുത്തി ഇളക്കി ചെയ്യിപ്പിക്കുന്ന ഒരു ശക്തി വരുമ്പോൾ സയൻസിൽ ട്രിഗറിങ് പൾസ് എന്ന് പറയും. അതുപോലെയുള്ളതിനാണ് നാരദൻ എന്ന് പറയുന്നത്. ഒന്നിനെ ഇല്ലാതാക്കേണ്ട ആവശ്യം വരുമ്പോൾ ഒരു ബലമുണ്ട്, അതിനെ ഏകോപിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട്, അതിനാണ് ശിവൻ എന്ന് പറയുന്നത്. ഇതെല്ലാം ബലങ്ങളാണ്. അതേപോലെ ഇനി സൃഷ്ടി നടത്തുമ്പോൾ ഈ എല്ലാ സൃഷ്ടികളും വരാൻ പോകുന്നത് ഈ കശ്യപിനിൽ നിന്നാണ്. കുറേ സൃഷ്ടികൾ, അതിന് പത്നിമാരായിട്ട് കുറേ ഭാര്യമാരുണ്ട്. കാരണം അതിൻ്റെ ജനിതക ഘടന യോജിപ്പിച്ചിട്ടാണല്ലോ എന്തുണ്ടാവുക. സാധാരണ പലതരം ഉണ്ടാണ്ടെങ്കിൽ ഓരോന്നിലും ഓരോ തരം ജീനുകളുണ്ടല്ലോ, ജനിതഘടന ഉണ്ടല്ലോ. അതേപോലെ അല്ലാതെ അവിടെ അങ്ങേർക്ക് 13 ഭാര്യമാരുണ്ട് എന്ന അർത്ഥത്തിലൊന്നും എടുക്കരുത്. ഈ സൃഷ്ടി നടക്കുന്ന ശക്തി വ്യത്യസ്തമായ ദ്വയവുമായിട്ട് ചേർന്ന്, ദ്വയമാണ് ഭാര്യയായിട്ട് ഇവിടെ ചിത്രീകരിക്കുന്നത്, വ്യത്യസ്ത ഭാര്യമാർ അല്ലെങ്കിൽ വ്യത്യസ്ത ദ്വയവുമായിട്ട് ചേർന്നിട്ടാണ് പലതുണ്ടാക്കുന്നത്. നമ്മൾ അരിപ്പൊടി, അരിമാവ് അല്ലെങ്കിൽ എന്തൊക്കെ മാവെടുത്തിന് മുളക് ആയിട്ട് ചേർത്തിട്ട് വല്ല കായും ചേർത്തിട്ട് എന്തുണ്ടാക്കും, ബജി ഉണ്ടാക്കും. മുളക് അരിപ്പൊടി തന്നെ മുളകുമായിട്ട് ചേർത്തിട്ട് അതിൻ്റെ ഇടയ്ക്ക് കായ്ക്ക് പകരം വേണ്ട വഴുതിനെയായിട്ട് കയറ്റി വെച്ചിട്ട് വഴുതിന ബജി ഉണ്ടാക്കും. അല്ലെങ്കിൽ അതിൻ്റെ നടുവിൽ ഉരുളക്കിഴങ്ങ് കയറ്റി വെച്ചിട്ട് ബോണ്ടയാക്കി മാറ്റും. അപ്പോൾ വ്യത്യസ്തമായതിനെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ കശ്യപൻ എന്നതിലൂടെയാണ് കുറേ സൃഷ്ടികൾ വന്നിട്ടുണ്ടെങ്കിലും അതിനെയെല്ലാം അതിൻ്റെ ദ്വയമായിട്ടുള്ള ചേരുന്ന, അത് പലതുമായിട്ട് വ്യത്യസ്തമായ, അതുകൊണ്ടാണ് വ്യത്യസ്തപരമായ ഭാര്യമാർ, കുറേ ഭാര്യമാരുണ്ട് എന്നെല്ലാം പറഞ്ഞു. അല്ലാതെ നമ്മളെ കഥാപാത്രങ്ങൾ ഒരു മനുഷ്യരൂപത്തിലുള്ള ദക്ഷനുണ്ട്, കണ്ണു മൂക്കലുള്ളതെന്നൊന്നും ചിന്തിക്കണം. അതെല്ലാം ചില പ്രേരക ശക്തികളാണ്. ആ പ്രേരക ശക്തികൾ കൂടിച്ചേർന്നിട്ടാണ് ദ്രവ്യങ്ങളെല്ലാം കൂട്ടിച്ചേർത്തിട്ട് പുതിയ സൃഷ്ടി ഉണ്ടാക്കാൻ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തികളാണ്. അപ്പൊ ആ തരത്തിൽ കാണണം. അങ്ങനെയാണ് ദക്ഷന്റെ പുത്രിമാരെയെല്ലാം കശ്യപന് കൊടുത്തിട്ട് അതിലൊന്നാണ് തിഥി. എല്ലാവരോടും ചോദിച്ചപ്പോൾ ഇങ്ങേരെ മതി. ശരി, ഇങ്ങേരിലൂട്ടിയാണ്. അപ്പം കുറേ സൃഷ്ടികൾ, പ്രപഞ്ചത്തിലുള്ള പലതും സൃഷ്ടി നടന്നിട്ടുള്ളത് ഇങ്ങേരിലൂട്ടിയാണ്. അതിൽ സമയം ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. സന്ധ്യാസമയത്താകുമ്പം തമോ ഗുണമുള്ള കുട്ടികളുണ്ടാകും. അതായത് എല്ലാത്തിനെയും പുരോഗതിക്കെല്ലാം പാര വെക്കുന്ന കക്ഷികൾ, അതെല്ലാം തമോ ഗുണമാണ്. ഒരു നാട്ടിലൊരു പുരോഗതി ഉണ്ടാകാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിനെ പാര വെക്കുന്ന വിഭാഗങ്ങളെ തമോ ഗുണം എന്ന് പറയണം. അത് ആസുര സ്വഭാവമാണ്. എന്നിട്ട് അപ്പം 14 പുത്രിമാരുടെ ഇഷ്ടം മനസ്സിലാക്കിയ ദക്ഷൻ 13 പുത്രിമാരെയും താങ്കൾക്ക് നൽകി. അതിനാൽ എൻ്റെ പാഞ്ചല് പറയാണ്, അതിനാൽ ദയവുണ്ടായിട്ട് എന്ത് വേണം, എൻ്റെ ആഗ്രഹം സാധിപ്പിച്ചു തരണം, എനിക്കൊരു കുട്ടി വേണം. കാരണം അത്തരം ആഗ്രഹമായിട്ട് നീങ്ങുന്നവരുടെ ആഗ്രഹം ഒരിക്കലും പാഴാക്കിക്കൂടാ എന്ന് ഉപദേശിക്കുകയാണ് ആരെ, കശ്യപനെ, ഭാര്യ. എന്നിട്ട് വേറെ 12 പറയുന്നുണ്ട്, അപ്പോൾ മാത്രമേ ആ സ്ത്രീ സൗഭാഗ്യവതിയാവുകയുള്ളൂ. ഒരു സ്ത്രീ സൗഭാഗ്യവതിയാകണമെങ്കിൽ അവളുടെ ഭർത്താവിൽ നിന്നും നല്ലൊരു കുട്ടി ജനിക്കണം. നിങ്ങൾ അത് പ്രകാരം പ്രശസ്തനായ ഒരു കുട്ടിയുടെ പിതാവുമാകും. അങ്ങനെ
നിങ്ങൾക്ക് വംശം വർദ്ധിപ്പിക്കുന്ന ഉത്തരവാദിത്വം നിറവേറ്റുകയും ചെയ്യാമെന്ന് 12-ലും പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം സംഭാഷണം എല്ലാം 12 തൊട്ടിട്ടുള്ളത് ഒരു ഏകോപിപ്പിച്ചിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. അതായത് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ധർമ്മമാണ് കുട്ടികളെ, അനുയോജ്യമായ കുട്ടികളെ, കാലത്തിനാവശ്യമുള്ള കുട്ടികളെ ഉണ്ടാക്കുക. അതിലൂടെയാണ് അവരുടെ പ്രശസ്തി ഉണ്ടാകുന്നത്. അത് പക്ഷേ ജനിക്കുന്ന സമയം അനുസരിച്ചിട്ട് എന്ത് സംഭവിക്കുന്നുണ്ട്? അവൻ്റെ സ്വഭാവം അസുര സ്വഭാവമോ ദേവ സ്വഭാവമോ എല്ലാം ആകുന്നുണ്ട്. പക്ഷെ അതും ആരാണ് തീരുമാനിക്കുന്നത്? മന്മഥൻ എന്ന ഒരു പ്രേരക ശക്തിയുണ്ട്. കുട്ടി എപ്പം ജനിപ്പിക്കണമെന്ന് കാലത്തിനൊരു തീരുമാനമുണ്ട്. ഒരു അസുരൻ ജനിക്കട്ടെ, ഒരു പിന്നോട്ടടിപ്പിക്കുന്ന, കാലത്തെ പിന്നോട്ടേക്ക് അടുപ്പിക്കുന്ന ഒരു അസുര സ്വഭാവമുള്ള ഒരു കുട്ടി ജനിക്കട്ടെങ്കിൽ ആ സമയത്ത് കാമം ഉണ്ടാക്കും, അവൻ ബാണം പ്രയോഗിക്കും. ഈ പ്രേരക ശക്തി സന്ധ്യാസമയത്തൊരു പ്രേരണ ഉണ്ടാക്കും, ദിതിയിൽ ഉണ്ടാക്കും. അല്ലാതെ ദിതി മനഃപൂർവ്വം ചെയ്തൊന്നുമല്ല. അതെല്ലാം കാലത്തിൻ്റെ, അതാണ് പറഞ്ഞത്, എല്ലാം ഒരു പ്രോഗ്രാം മാതിരി പോവുകയാണ്. കാലം എന്താണോ തീരുമാനിച്ച അതുമാതിരി തന്നെയാണ് പോകുന്നത്. ഇതിന് മനുഷ്യർക്കൊന്നും വേറെ പങ്കൊന്നും ഇല്ല. ഇവിടെ മനുഷ്യരായിട്ടില്ല. ഇവിടെ മനുഷ്യരുണ്ടാകുന്നതിനുള്ള പിന്നിലുള്ള പ്രേരക ശക്തികളെ പറ്റിയാണ് പറയുന്നത്. എന്നിട്ട് 16-ല് വിതുരരെ അങ്ങനെ ദിതി എന്ത് ചെയ്തു? ഭർത്താവിനെ പല നല്ല വാക്കുകളെല്ലാം കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നു ഒരു കുട്ടി ലഭിക്കുവാൻ വേണ്ടി. ഇനി 17 അപ്പം കശ്യപൻ പറയുകയാണ്. പിന്നെ കശ്യപൻ പറയുകയാണ്, എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, നിന്റെ ആഗ്രഹം ഞാൻ സാധിപ്പിച്ചു തരുന്നുണ്ട്. അത് എല്ലാവരുടെയും ധർമ്മം തന്നെയാണ്. ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ അതൊരു ധർമ്മം തന്നെയാണ്. അപ്പോൾ അതിലൂടെ തന്നെയാണ് എൻ്റെ പ്രശസ്തി ഉണ്ടാകുന്നത്. പക്ഷെ മുക്തി ഉണ്ടാകുന്നതും നിന്നിലൂടെ തന്നെയാണ്. അപ്പോൾ ഒരു വ്യക്തിക്ക് പ്രശസ്തി, നല്ല മക്കളെല്ലാം ഉണ്ടായിട്ട് പ്രശസ്തി ഉണ്ടാകുന്നതും ഭാര്യയിലൂടെയാണ്. എല്ലാം മുക്തി ലഭിക്കുന്നതിനും പിന്നിലും ആര് തന്നെയാണുള്ളത്? ഭാര്യ തന്നെയാണ് ഉള്ളത്. എന്നിട്ട് പാട്ടിൽ പറയുകയാണ്, ഭാര്യയുടെ കുറേ ഗുണങ്ങളെല്ലാം വർണ്ണിച്ചുകൊണ്ടാണ് കാര്യത്തിലേക്ക് കിടക്കുന്നത്. കാരണം ഋഷിക്കറിയാം ഈ സമയം ഉണ്ടാകുന്ന കുട്ടി ശരിയായിരിക്കില്ല എന്ന് ഋഷിക്ക് നല്ലോണം അറിയാം. പക്ഷെ ഒറ്റയടിക്ക് അത് പറയാതെ അവളെ ഒന്ന് മയപ്പെടുത്താൻ വേണ്ടിയിട്ട് വളച്ചു കെട്ടിയാലും ചിലത് പറയുന്നുണ്ട്. അതേസമയം അവളെ മുഷിപ്പിക്കാനും പറ്റില്ല. കാരണം അതൊരു ധർമ്മം തന്നെയാണ്. അപ്പോൾ അതിനെ മുഷിപ്പിക്കാൻ പറ്റില്ല. എന്നാലും തന്ത്രപൂർവ്വം പറഞ്ഞു നോക്കുകയാണ്. എന്താണ്? ഒരാൾക്ക് നദി കടക്കാൻ തോണി എന്നതുപോലെയാണ് ആപത്കരമായ ദാമ്പത്യത്തെ മറികടക്കാൻ. ഈ ദാമ്പത്യം എന്ന് പറഞ്ഞാൽ അത്ര സുഖമുള്ള പരിപാടിയൊന്നുമല്ല. കുറേ ആപത്തെല്ലാം പിടിച്ച ഒരു പരിപാടി തന്നെയാണ് ഈ ദാമ്പത്യം എന്ന് പറയുന്നത്. പിന്നെ അതിനെ മറികടക്കാൻ എന്ത് വേണം? ഭാര്യയോടുള്ള ജീവിതവും ആവശ്യം തന്നെയാണ്. അപ്പം ദാമ്പത്യത്തെ മറികടക്കാൻ, ദാമ്പത്യം അത്ര സുഖമുള്ള പരിപാടിയൊന്നുമല്ല, കുറേ കുഴപ്പം പിടിച്ച് തന്നെയാണ്. അതിനെ മറികടക്കണ്ടെങ്കിൽ ഭാര്യയോടൊത്ത് മാത്രമേ മറികടക്കാനും പറ്റുകയുള്ളൂ. ഭാര്യയോടൊത്തുള്ള ജീവിതവും ആവശ്യം തന്നെയാണ്. അല്ലാതെ ദാമ്പത്യത്തെ എങ്ങനെ മറികടക്കും? ദാമ്പത്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കുറേ പ്രശ്നങ്ങളുമാണ്. പക്ഷെ അതിനെ മറികടക്കണമെങ്കിൽ ഒരു ഭാര്യ ഉണ്ടായേ പറ്റും. ഭാര്യയില്ലേ പിന്നെ ദാമ്പത്യമില്ല. അതുകൊണ്ട് ഇത് രണ്ടും ചേർന്നുകൊണ്ട് തന്നെയാണ് പോകുന്നത്. കാരണം അതിലെന്തുണ്ട്? ചില പ്രശ്നങ്ങളെല്ലാം ഉണ്ട് താനും. അപ്പം അതിനെല്ലാം തരണം ചെയ്തേ പോയാൻ പറ്റുള്ളൂ. ഇതിന് 19 പറയുകയാണ്, എല്ലാ നല്ല കർമ്മങ്ങൾക്കും ഭർത്താവിനെ സഹായിക്കുകയാണ് ഭാര്യയുടെ ധർമ്മം. എന്ത് നല്ല കർമ്മങ്ങളും ഭർത്താവ് ചെയ്യുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു ബാധ്യത ആർക്കുണ്ട്? ഭാര്യക്ക് ഉണ്ട്. ഇതിൻ്റെ ദൂഷ്യവശം പറയുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ള നിലയിലാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. അതൊന്ന് ഓർമ്മിപ്പിച്ചതാണ്. ദൂഷ്യം പറഞ്ഞില്ല, പറയാൻ പോകുന്നേ ഉള്ളൂ.
അതുവഴി ഒരു പരമശൈലിയുമില്ലാതെ അയാൾക്ക് ഭാര്യയുടെ നേരെയുള്ള ഉത്തരവാദിത്വം നിറവേറ്റുവാൻ പറ്റും. അങ്ങനെയാകുമ്പോൾ ഭർത്താവിനെ സഹായിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കുണ്ട്? ഭാര്യയ്ക്കുണ്ട്. അങ്ങനെ ഭാര്യ ഉത്തരവാദിത്വം നിറവേറ്റുകയാണെങ്കിൽ ഒരു പരവശതയില്ലാതെ അയാൾക്ക് ഭാര്യയുടെ നേരെയുള്ള ഉത്തരവാദിത്വം നിറവേറ്റാൻ പറ്റും. ഇപ്പം ഭാര്യയും കൂടി സഹകരിച്ചാൽ, ഇന്ന ദോഷിയാലുണ്ടെന്ന് പറയുമ്പോൾ ഭാര്യയും കൂടി ഒന്ന് സഹകരിച്ചു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ലാതെ രണ്ടുപേർക്ക് ബുദ്ധിപരമായി ആലോചിച്ചിട്ട് മുന്നോട്ടേക്ക് പോകാം. 20 പറയാണ്, ഒരു കോട്ട കാവൽക്കാരൻ കള്ളന്മാരിൽ നിന്നും ഒരു കോട്ട കാവൽക്കാരൻ കള്ളന്മാരെ തുരത്തുന്നത് പോലെ ഒരു ഭാര്യയുടെ സമീപത്തിൽ അയാൾക്ക് അയാളുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനാകും. കോട്ട കാവൽക്കാരൻ ശത്രുക്കളെ തുരത്തും. നല്ല കാവൽക്കാരനാണെങ്കിൽ ശത്രുക്കളെ ആ കോട്ടയിൽ കടക്കാതെ സംരക്ഷിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ഭാര്യ വിചാരിച്ചാലും ഭാര്യയുടെ സാമീപ്യത്തിൽ അയാൾക്ക് അയാളുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനാണ്. അപ്പം ഭാര്യ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ ഇന്ദ്രിയങ്ങളെ ഇളക്കാനും പറ്റും, അയാളുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനും ഭാര്യ വിചാരിച്ചാൽ പറ്റുമെന്ന് പറയുകയാണ്. അപ്പം ഭാര്യയ്ക്ക് അവിടെ വലിയൊരു പങ്കുണ്ട്. അയാളുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ ഭാര്യ വിചാരിച്ചാലും പറ്റും. മറ്റു നിലയിലൊന്നും സാധ്യമൊന്നുമല്ല. ഒരാൾക്ക് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണമെങ്കിൽ ഭാര്യ വിചാരിച്ചാൽ കുറേ നിയന്ത്രിക്കാൻ പറ്റും, അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. എൻ്റെ 21 പറയാം. അതുകൊണ്ട് വീട്ടിൻ്റെ രാജ്ഞി, അവളെ അഭിസംബോധനയാണ്, നീ വീടിൻ്റെ രാജ്ഞിയാണ്. ഞങ്ങൾക്ക് നിന്നെ പോലെയൊന്നും പ്രവർത്തിക്കാൻ പറ്റില്ല. ഒരു ഭാര്യയെ പോലെ ഭർത്താവിന് ഒരിക്കലും പ്രവർത്തിക്കാൻ പറ്റില്ല. ഭാര്യ വിചാരിച്ചാൽ പലതും സാധിപ്പിക്കാൻ പറ്റും. ഒരു വീട്ടിൻ്റെ പല കാര്യങ്ങളും കൈകാര്യം ചെയ്യാനുള്ള കഴിവ് ആർക്കാണുള്ളത്? ഭാര്യക്കാണ് ഉള്ളത്. ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ചെയ്യാനൊന്നും പറ്റില്ല. അതേപോലെ നീ ചെയ്യുന്നതിന് പകരമായിട്ട് നൽകുവാനുമാവില്ല. നീ എന്തെല്ലാമാണോ ഒരു കുടുംബ ജീവിതത്തിന് ചെയ്യുന്നത്, അതിനെ പകരം വെക്കാൻ മാത്രം ഭർത്താവിന് ഒന്നും ആവില്ല. ഇപ്പോൾ ഒരു കുട്ടി ജനിക്കുന്നുണ്ടെങ്കിലും ഭർത്താവ് നിന്നാണ് കുട്ടി ജനിപ്പിക്കുന്നതിൽ പങ്കെടുക്കുന്നത് കഴിഞ്ഞിട്ട് ആ കുട്ടിയെ വളർത്തുന്നതിലും പോറ്റുന്നതിലുള്ള ഉത്തരവാദിത്തം എല്ലാം ആർക്കാണ്? ആ സ്ത്രീക്കാണ്. പക്ഷെ ആ കുട്ടി അച്ഛൻ്റെ പേരാണ് സമൂഹത്തിൽ ഉയർത്തുന്നത്. പക്ഷെ അച്ഛൻ്റെ കോൺട്രിബ്യൂഷൻ അവിടെ കുറച്ചാണ്. പക്ഷെ സ്ത്രീയാണ് ആ ത്യാഗം മുഴുവൻ സഹിക്കുന്നത്. അപ്പോൾ ആ ചയിച്ച ത്യാഗത്തിന് പകരം വെക്കുവാൻ ഭർത്താക്കന്മാർക്കൊന്നും ജീവിതകാലം മുഴുവൻ പ്രയത്നിച്ചാലും പറ്റില്ല എന്ന് പറയുകയാണ്. അപ്പോൾ അത്തരം സ്ത്രീകൾക്ക് വലിയ ഉത്തരവാദിത്തങ്ങൾ ഭർത്താവിനെക്കാട്ടിയും ഉണ്ട്. കുട്ടികൾ എങ്ങനെ വേണം, ഇങ്ങനെയുള്ള കുട്ടികൾ ഉണ്ടാണ്, അതെല്ലാം പറഞ്ഞുകൊണ്ട് വരുന്നത്. എൻ്റെ 22 പറയാണ്, എന്നാലും ഞാൻ നിൻ്റെ ആഗ്രഹം സാധിപ്പിച്ചു തരാം. എന്നാലും നീ ചോദിച്ചല്ലോ, ഒരു ആഗ്രഹം പറഞ്ഞല്ലോ, അത് ഞാൻ സാധിപ്പിച്ചു തരാം. അത് സാധിച്ചു തരാതിരിക്കാൻ എനിക്ക് പറ്റൂല. അതിലൂടെ നിനക്കൊരു കുട്ടിയും കിട്ടും. നിനക്കൊരു കുട്ടിയല്ലേ വേണ്ട, അതും കിട്ടും. പക്ഷേ നീ കുറച്ച് ക്ഷമിക്കണം. ഇവിടെയാണ് എന്നിട്ട് പറയുന്നത്. അപ്പം നിനക്ക് കുറേ അവളുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം, അവൾ വിചാരിച്ചാൽ പലതും ഉത്തരവാദിത്തങ്ങളെല്ലാം ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെയല്ല ഇങ്ങനെ ചിന്തിക്കുന്ന മാതിരി അവൾ ചിന്തിച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ലായിരുന്നു. അപ്പം അങ്ങനെ ചിന്തിക്കണം എന്ന് അവളെ ബോധിപ്പിക്കുകയാണ്. ഒരു കുട്ടിയെ ലഭിക്കും, പക്ഷേ നീ കുറച്ച് സമയം ക്ഷമിക്കണം. കാരണം മറ്റുള്ളവർ കുറ്റപ്പെടുത്തുവാൻ ഇടവരുന്നത്. ഒരു തലതിരിഞ്ഞവരെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ അവരെന്ത് ചെയ്യും? അച്ഛനെയാണ് കുറ്റം പറയുക. അയാൾ ഓരോന്നിനെ പടച്ചു വിട്ടിട്ടുണ്ട് നാട്ടിന് ശല്യമായിട്ട്. അതുകൊണ്ട് അത് പറയിപ്പിക്കാതെ ഒരവസ്ഥ വരുവാൻ വേണ്ടി നീ കുറച്ച് സമയമൊന്ന് ക്ഷമിക്കണം. ആരോട് പറഞ്ഞു? ഭാര്യയോട് പറഞ്ഞു. കാരണം 23 പറയുന്നത്, ഈ സമയം തീരെ നന്നല്ല. അപ്പോൾ പിശാചുക്കളും അവരുടെ ദേവതകളും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിശാചുക്കളും ദേവതകളും എല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഈ സന്ധ്യാസമയം. അതുകൊണ്ട് ഈ സമയം പരിപാടി പറ്റിയതല്ല. അതുകൊണ്ടുണ്ടാകുന്ന കുട്ടികൾ അത് പിന്നെ
നാട്ടുകാർ വിളിച്ചു പറയാൻ തുടങ്ങി, ഇവനെ പെറ്റിട്ടിരിക്കുകയല്ലേ അങ്ങേര്, ഇത്രയും നല്ലൊരു വ്യക്തി, ഒരു തല തിരിഞ്ഞവനെ, ഇങ്ങേരാണല്ലോ ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. അതെല്ലാം കുറ്റം പറയാനുള്ള ഒരു അവസരം വരും. എന്നിട്ട് പിന്നെ 24 പറയാൻ, ശിവദേവൻ, ശിവഭഗവാൻ പിശാചുക്കളുടെ ദേവനാണ്. കൂടെ പിശാചി, ശിവന്റെ കൂടെയാണ് ഈ പിശാചുക്കളിൽ നടക്കുന്നത്. ഒരു കാളയുടെ പുറത്ത് കയറി ഈ പിശാചുക്കളോടൊപ്പം നടക്കുന്ന സമയമാണ് ശിവൻ കാളപ്പുറത്ത് കയറിയിട്ട് പിശാചുക്കളെല്ലാം കൂട്ടിയിട്ട് നടക്കുന്ന സമയമാണ് ഈ സന്ധ്യാനേരം. അതുകൊണ്ട് 25 പറയുന്നു, ശിവന്റെ ആ സമയത്തിന്റെ പ്രത്യേകത പറയാണ്, ശിവന്റെ ദേഹം നല്ല ചുവപ്പ് നിറമാണ്, ഭസ്മം കൊണ്ട് മൂടിയിരിക്കുകയാണ്. നല്ല സുന്ദരായിട്ടൊന്നും അല്ല ഉള്ള മുഴുവൻ ഭസ്മയെല്ലാം വാരി തേച്ച് മുട്ടി നിറച്ച് മണ്ണും പൊടിയെല്ലായിട്ടങ്ങ് പിടിച്ച്, ഏത് മണ്ണാണ്? ശവം തേപ്പിച്ച മണ്ണെല്ലാം തലയിലെല്ലാം മുടിയിലെല്ലാം പറ്റിക്കിടക്കുകയാണ്. അയാൾ നിന്റെ ഭർത്താവിന്റെ ഇളയ സഹോദരനെല്ലാം തന്നെയാണ്. അയാൾ വേറെ ആരും പോകാൻ മാത്രമല്ല, നിന്റെ ഭർത്താവിന്റെ ഇളയ സഹോദരനും കൂടിയാണ്. അയാൾ തൃക്കണ്ണും തുറന്നുകൊണ്ടാണ് അവിടെ നോയിക്കൊണ്ടാണ് അവിടെ ഇരിക്കുന്നത്. 20 പറയുന്നു, ശിവൻ അങ്ങനെ നിന്റെ ബന്ധുവെല്ലാം തന്നെ നമ്മുടെ ബന്ധുവെല്ലാം തന്നെ. പക്ഷെ ആരെയും ബന്ധുവായി അദ്ദേഹം കാണുന്നില്ല. അദ്ദേഹത്തിന് ആരും ബന്ധുവൊന്നുമില്ല. അദ്ദേഹത്തിന് ആരുമായിട്ട് ഒരു കൂട്ടുമില്ല. അദ്ദേഹത്തിന് ആരും ശത്രുവില്ല, മിത്രവുമില്ല. നാം അവരെ പിന്തുടരണം. അവൻ നിഷേധിച്ചത് തിരസ്കരിക്കണം. അവനൊരു നിയമം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സന്ധ്യാസമയം ഇത്തരം പരിപാടി ചെയ്തു കഴിഞ്ഞാൽ അതിന് ദോഷം ചെയ്യും. അതുകൊണ്ട് അപ്പോൾ സന്ധ്യാസമയത്തുള്ള സൂര്യനെയാണ് ശിവനായിട്ട് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ആ സമയത്ത് ശിവൻ കാളപ്പുറത്ത് സഞ്ചരിക്കുന്ന വരെയെല്ലാം ചിത്രീകരിച്ചെങ്കിലും ആ സമയം ഉണ്ടാകുന്ന കുട്ടികൾക്ക് അനർത്ഥം തന്നെയാണ്. ഇനി 27 അപ്പോൾ അവൻ ആ സമയം തിരസ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് അത് പാടില്ല. ശിവൻ ഇറങ്ങി നടക്കുന്ന ഈ ആവേശത്തിൽ ഇറങ്ങി നടക്കുന്ന സമയത്ത് കുട്ടികൾ ഉണ്ടാകാൻ ആ ഒരു പ്രവൃത്തിക്ക് പറ്റിയത് അല്ല. ശ്വാനങ്ങളുടെ ഭോജനമായ ഈ ശരീരത്തെ പല പട്ടികളും മറ്റു ജീവജാലങ്ങളും മറ്റുള്ള ജീവജാലങ്ങളെല്ലാം കടിച്ചു തിന്നേണ്ട ശരീരമാണ്. ഈ ശരീരത്തെ ആത്മാവാണെന്ന് ധരിച്ച് വെറും ഈ ശരീരത്തിൻ്റെ ആഗ്രഹത്തിന് വേണ്ടി അതാണ് ഏറ്റവും വലുതാണെന്ന് ധരിച്ച് ആഭരണങ്ങളെല്ലാം ധരിച്ച് പൂമാലികളിലും ഇട്ട് ഭഗവാനെ മനസ്സിലാക്കാതെ അശുഭകരമായ ആചാരങ്ങളെ അപഹസിക്കാൻ, അതായത് നമ്മുടെ ശരീരത്തിൽ നമ്മൾ തന്നെയാണ് എല്ലാം വലുത് എന്ന് വെച്ച് ഈ ശരീരത്തെ അലങ്കരിച്ചുകൊണ്ട് ഇത്തരം ചില ആചാരങ്ങളുണ്ട്, ശിവൻ ഉണ്ടാക്കി വെച്ച ആചാരങ്ങളുണ്ട്. അതിനെല്ലാം ധിക്കരിച്ചിട്ട് അത് എനിക്ക് ബാധകമല്ല എന്നുള്ള നിലയിൽ ധിക്കരിച്ചാൽ അത് അപഹാസിക്കുകയാണ്. ശിവനെ തന്നെ അപഹസിക്കുന്നതിന് തുല്യമാണ്. എന്നിട്ട് പറയാണ്, ആ ശിവനെ ഏർപ്പെടുത്തിയ ആചാരം വൈകുന്നേരം ഇത്തരം കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല, ഞാൻ ഇറങ്ങി നടക്കുന്ന സമയമാണ് എന്നുള്ള ആചാരം ബ്രഹ്മാദി ദേവന്മാർ പോലും അനുകരിക്കുന്നുണ്ട്. ശക്തിസ്വരൂപിണിയായ ദേവിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ആ കൽപ്പനകളെ നിറവേറ്റുന്നുണ്ട്. അവർക്കെല്ലാം ആ പിശാചാചരണത്തെ അവർ അതുപോലെ അംഗീകരിക്കുന്നുണ്ട് എന്ന കാര്യം ഓർക്കണം. അതിനെയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയായാലും ഏത് ദേവന്മാരായാലും അവരെല്ലാം ആ ആചരണത്തെ അനുസരിച്ചു കൊണ്ടാണ് ജീവിക്കുന്നത്.
ശിവൻ ഏർപ്പെടുത്തിയ, ശിവൻ ആ സമയത്ത് ഇറങ്ങി നടക്കും. അതായത് ശിവൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ. സന്ധ്യാസമയത്തെ സൂര്യൻ ഇത്തരം നല്ല കർമ്മങ്ങൾക്കൊന്നും പറ്റിയതല്ല. ആ സമയത്ത് ആ ഒരു തത്വമുണ്ട്. ആ തത്വം എല്ലാവരും ദേവന്മാരും എല്ലാം പാലിക്കുന്നു. അല്ലാതെ അതിനെ അനുസരിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് ദോഷമാണ് ഉണ്ടാവുക. അതുകൊണ്ട് കുറച്ച് ആ സമയം ശ്രമിക്കൂ. ആ സമയം ഒന്ന് കഴിയട്ടെ, സന്ധ്യാസമയം ഒന്ന് കഴിയട്ടെ എന്നാണ് ഇവിടെ പറഞ്ഞു കൊടുത്തത്. ഇനി 29 ഇത്തരത്തിൽ ഭർത്താവ് സംസാരിച്ചെങ്കിലും കാമത്തിനകപ്പെട്ട ഇന്ദ്രിയങ്ങളോടുകൂടിയ അവൾ, അപ്പോൾ കാമദേവൻ എന്ത് വേണം, ഇങ്ങനെ ഒരു കുട്ടീനെ കിട്ടണം. അതിപ്പോൾ ഇയാൾ തത്വം ഉപദേശിച്ചുകൊണ്ടൊന്നും കാര്യമില്ല. ശിവൻ അവിടെ കിടന്നിട്ട് എന്ത് കാണിക്കുന്നതിനൊന്നും കാര്യമൊന്നുമില്ല. ഒരു കുട്ടി അങ്ങനെ കിട്ടണം. അങ്ങനെ ഒരു കുട്ടി കിട്ടണമെങ്കിൽ ശിവൻ ആ സമയത്ത് തന്നെ ചെയ്യും വേണം. അതുകൊണ്ടാണ് മന്മഥൻ എന്ത് ചെയ്യുന്നത്, കാമബാണം ഏറ്റതായിട്ട്. ഇവിടെ ബാണയച്ചു എന്ന് പറയുന്നത് എല്ലാവരിലും ഇത് സംഭവിക്കുന്നുണ്ട്. അശുഭ സമയത്ത് നടക്കുന്നതാണ് കുട്ടികൾ അകതിരിഞ്ഞു പോകുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പോൾ കാമത്തിന് അടിമപ്പെട്ട ഇന്ദ്രിയങ്ങളോടുകൂടി അവൾ നാണമില്ലാതെ വേശ്യാ പെണ്ണിനെ പോലെ, ആ സമയത്ത് ഒരു വേശ്യയുടെ സ്വഭാവത്തിൽ ബ്രഹ്മർഷിയുടെ ഉടുവസ്ത്രത്തെ കടന്നു പിടിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഉപദേശത്തിന് നമ്മുടെ പ്രശ്നമൊന്നുമില്ല. കാരണം എന്തുകൊണ്ട്, കാലത്തിന് അങ്ങനെ ഒരു കുട്ടീനെ കിട്ടണം. 1 2 എത്രയോ ആട്ടെ, ഒരു കുട്ടികളെ കിട്ടണം. അത് പ്രകൃതി അങ്ങനെ തീരുമാനിച്ചിരിക്കുക. പിന്നെ ഇല്ലാതിരിക്കാൻ പറ്റൂലല്ലോ. ഇപ്പം ഇവരെന്ത് തത്വം ഉപദേശിച്ചുകൊണ്ടെന്ന് ഋഷിയല്ല ആരായാലും സംഭവിച്ചേ പറ്റും. പിന്നെ 30 അപ്പോൾ ആ നിഷിദ്ധ കർമ്മത്തെ മനസ്സിലാക്കി വിധിക്കു തല കുനിച്ച് അവളോടൊത്ത് ചേർന്നു. അപ്പം വിധിയാണത്. വിധി തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്നെ ആത്മന, കാരണം കാലത്തിന് അങ്ങനെ ഒരു കുട്ടീനെ ആവശ്യമുണ്ട്. അത് വിധി എല്ലാം ദ്വയമായിട്ടാണല്ലോ സൃഷ്ടിക്കുന്നത്. നല്ലുണ്ടാകുമ്പോൾ അതിൻ്റെ കൂട്ടി ഒരു മോശം ഉണ്ടാകും. പുരോഗതിക്ക് വേണ്ടി ഒരാൾ പ്രവർത്തിക്കുമ്പോൾ അതിനെ പാരവെക്കുന്ന റിയാക്ഷനും അതിൻ്റെ കൂടെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും തമ്മിലുള്ള ഏറ്റുമുട്ടലിലൂടെയാണ് ലോകം മുന്നോട്ടേക്ക് പോകുന്നത്. അല്ലെങ്കിൽ ഒരു സന്തുലനാവസ്ഥയിലേക്ക്, സത്വഗുണത്തിലേക്ക്, അല്ലെങ്കിൽ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോയിലേക്ക് ലോകം പോകുന്നത്. എന്നിട്ട് പിന്നെ അയാൾ എന്ത് ചെയ്തു, അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ജലത്തിൽ സ്നാനം ചെയ്തു, പ്രാണായാമം എല്ലാം ചെയ്തു. അയാളെ കാര്യമെല്ലാം ശരിയാക്കിയെടുത്തു, പ്രാണായാമം എല്ലാം ചെയ്തു. പിന്നെ രജോ ഗുണമായ ജ്യോതിസിനെ ധ്യാനിച്ചു, വേദമന്ത്രത്തെ ജപിച്ചു. അതേ പിന്നെ വേദമന്ത്രങ്ങളെല്ലാം ഉച്ചരിച്ചുകൊണ്ടങ്ങ് ഇരുന്നു. ഇനി 32, 33, 34 ഈ നിഷിദ്ധ കർമ്മത്തിൽ ലജ്ജിതയാതെ ദീദി ആവട്ടെ. അത് കഴിഞ്ഞപ്പോഴാണ് അവർക്ക് ലജ്ജ തോന്നിയത്. അവർക്ക് ദീദിക്ക് ഇത് പറ്റിക്കഴിഞ്ഞതിൻ്റെ ശേഷമല്ല. കാരണം ഇതെല്ലാം അങ്ങേരുടെ ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ട്. ഇതെല്ലാം അതിൻ്റെ ഇടക്ക് കിടക്കുന്ന എന്തെന്നാണ്, വെറും കരുക്കളാണ്. ആ കാലത്തിൻ്റെ കയ്യിലെ കരുക്കൾ മാത്രമാണ് ഈ ദീദി എന്നീ വികാരം. അപ്പോൾ അങ്ങനെ ഒരു പ്രേരക ശക്തി ഉണ്ടാവുന്നുണ്ട്. ആ പ്രേരക ശക്തിയാണ് ഇത്തരം ശക്തികൾക്കെല്ലാം തടസ്സം. അപ്പൊ അങ്ങനെ ഒരു പ്രേരക ശക്തിയുണ്ട്, നെഗറ്റീവ് പ്രേരക ശക്തി. പ്രപഞ്ചത്തിനെ, ഭൂമിയെ ഉയർത്തിയിട്ട് സൗരയൂഥ സിസ്റ്റത്തിൽ വെക്കുമ്പം ഒരു റിയാക്ഷൻ ഉണ്ട്. ആ റിയാക്ഷൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ആ കുട്ടീൻ്റെ കാര്യം, അങ്ങനെ ഉണ്ടാകുന്ന കുട്ടീൻ്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അപ്പൊ അതും ഒരു ബലമാണ്. നമ്മളൊരു കല്ലെടുത്തിട്ട് ഉയർത്താൻ നോക്കുമ്പം, വരാഹം എന്ന പന്നി ഭൂമിയിലെ ഉയർത്തിയിട്ട് അവിടെ വെച്ച മാതിരി നമ്മളൊരു കല്ലെടുത്ത് ഉയർത്താൻ നോക്കുമ്പോൾ ഒരു ശക്തി ന്യൂട്ടന്റെ 3rd ലോ പ്രകാരം പിന്നോട്ടേക്ക് വലിക്കുന്നുണ്ട്. ആ ശക്തിനെ പറ്റിയാണ് ഇവിടെ എന്തായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നത്, ദിദിയുടെ പുത്രനായിട്ട് പറഞ്ഞു വെക്കുന്നത്. അത് ആ കർമ്മത്തിനെതിരാണ്. പക്ഷെ അത് നിയമമാണ്. എവറി ആക്ഷൻ ദർ ഈസ് ഓഫ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അത് ആവശ്യമുണ്ട്. സയൻസിൽ ഇത് രണ്ടും ഉണ്ടെങ്കിലേ ബാലൻസ് ആവുകയുള്ളൂ. അത് രണ്ടും കൂടിയിട്ടുള്ള ഇതിലാണ് ഒരു ബാലൻസ്, നടുവിലൊരു സ്ഥിതിയിലേക്ക് വരുന്നത്. അത് ആവശ്യമാണ്. അപ്പം ദിദി എന്ത് ചെയ്ത്, ബ്രഹ്മർഷിയായ കശ്യപനെ ഭർത്താവിനെ സമീപിച്ചിട്ട് പറഞ്ഞു,
ഭൂതങ്ങളുടെ നായകനായവൻ എൻ്റെ ഗർഭത്തെ നശിപ്പിക്കരുത്. എൻ്റെ കൊച്ചിനെ നശിപ്പിക്കാൻ സമ്മതിക്കരുത്. ഭൂതങ്ങളുടെ നാഥായ ശിവൻ ആ സമയത്താണല്ലോ ചെയ്ത തെറ്റല്ലെന്ന് തന്നെ അവർക്ക് മനസ്സിലായി. ചെയ്ത തെറ്റ് സംഭവിച്ചു. പക്ഷേ എൻ്റെ കൊച്ചിനെ നശിപ്പിക്കരുത്, എനിക്ക് കൊച്ചിനെ വേണം. അത് കാലത്തിൻ്റെ ആവശ്യമാണ്. കൊച്ചി എനിക്ക് തന്നെ ചെയ്യും. ദുഃഖത്തെ അകറ്റുന്ന, എല്ലാവരുടെയും ദുഃഖത്തെ അകറ്റുന്ന അദൃശ്യ ശക്തിയായ, എല്ലാ അഭിഷ്ടങ്ങളും സാധിച്ചു തരുന്ന മംഗളാത്മജകനായ, ദണ്ഡമേൽപ്പിക്കാത്തവനായ ആ ശക്തി ആര്? ഭൂതങ്ങളുടെ നേതാവ് ശിവൻ. പാപികളിൽ ദണ്ഡനമേൽപ്പിക്കുന്നതായിട്ട് അറിയാം. അങ്ങനെയുള്ള സംഹാരമൂർത്തിയെ ഞാൻ നമിക്കുന്നു. അല്ലാതെ സാധാരണ പാപങ്ങളുടെ നേരെയൊന്നും ശിവൻ എല്ലാ ഗുണങ്ങളും ചെയ്യുന്നത് തന്നെയാണ് ശിവൻ. പക്ഷേ പാപികളെ ദണ്ഡിക്കുന്നും എനിക്കറിയാം. അതുകൊണ്ട് അങ്ങനത്തെ ശിവനെ ഞാൻ എന്ത് ചെയ്യാണ്? നമസ്കരിക്കുകയാണ്. അപ്പം ശിവനെ ശരണം പ്രാപിക്കുകയാണ്. എൻ്റെ കൊച്ചിനെ നശിപ്പിച്ചു കളയരുത്. എന്തായാലും കൊച്ചുണ്ടാവും. എന്നിട്ട് 35 പറയുകയാണ്, എൻ്റെ സഹോദരിയുടെ ഭർത്താവും നാനാ ഐശ്വര്യവാനും സതീകാന്തനുമായ, അതായത് അദ്ദേഹത്തെ വർണ്ണിക്കുകയാണ്. എന്താണ്? സഹോദരിയുടെ ഭർത്താവാണ്, നാനാ ഐശ്വര്യങ്ങളുടെ ദേവനാണ്, സതീകാന്തനാണ്. വേടന്മാർക്ക് പോലും അനുകമ്പ ഉണ്ടാവുന്ന സ്ത്രീകളുടെ പേരിൽ പ്രസാദിക്കട്ടെ. എത്ര ദുഷ്ടന്മാർ പോലും സ്ത്രീകളാകുമ്പോൾ കുറച്ചൊന്നുണ്ടാവും, ഒരു അനുകമ്പയുണ്ടാവും. അപ്പോൾ ഇത്ര സഹോദരിയുടെ ഭർത്താവും നാനാ ഐശ്വര്യങ്ങളെല്ലാം സതിയുടെ കാന്തനുമായ ഈ ശിവന് സ്വാഭാവികമായിട്ടും എന്നിൽ പ്രസാദിക്കും. എൻ്റെ അടുത്ത് ഒരു തെറ്റ് തരും, പ്രായശ്ചിത്തം ചെയ്യുകയാണ് ഭർത്താവിൻ്റെ മുന്നിൽ വെച്ചുകൊണ്ട്. എന്നിട്ട് 36 മൈത്രേയൻ പറയുകയാണ്, തൻ്റെ സന്താനത്തിന് എല്ലാ ഭാവുകങ്ങളും നേർന്നു കിട്ടുവാൻ വേണ്ടി വിറയലോടുകൂടി നിൽക്കുന്ന ഭാര്യയോട് കശ്യപൻ പറഞ്ഞു. എല്ലാം ഭർത്താവിൻ്റെ അടുത്ത് പോയിട്ടാണ് ഇതെല്ലാം ഇങ്ങനെ പറയുന്നത്. അവൻ ഭർത്താവ് വിറയലോടുകൂടിയാണ് പറയുന്നത്, എൻ്റെ കൊച്ചിനൊന്നും പറ്റിപ്പോകരുത്, കൊച്ചിനെ വേണം. അപ്പം അവനെല്ലാ ഭാവങ്ങളും നേരാൻ വേണ്ടിയിട്ട് എന്തെല്ലാമോ അവൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ് ഭർത്താവിൻ്റെ മുമ്പിൽ വിറയലോടുകൂടി ഇങ്ങനെ സംസാരിച്ചപ്പോൾ കശ്യപൻ എന്ത് പറഞ്ഞു? 37 നിന്റെ മനസ്സിൻ്റെ ശുദ്ധിയില്ലായ്മ കൊണ്ടും, നിന്റെ മനസ്സിൻ്റെ ശുദ്ധിയില്ലായ്മ കൊണ്ടും, സമയത്തിൻ്റെ കുഴപ്പം കൊണ്ടും എൻ്റെ നിർദ്ദേശം നീ മറികടന്ന്, ഞാൻ നിന്നോട് നിർദ്ദേശിച്ചിരുന്നു ഈ സമയത്ത് വേണ്ടായിരുന്നു, പക്ഷെ അതിനീ മറന്നുകൊണ്ട് രുദ്രന്മാരെ അവഹേളിച്ചത് മൂലം നിനക്ക് 2 അസുരന്മാരായ സന്താനങ്ങൾ ഉണ്ടാകും. നിന്റെ മനസ്സിൻ്റെ ശുദ്ധി ഇല്ലാതെയാണ് ഒന്നാമത്തെ കാരണം. 2 സമയവും തെറ്റിയില്ല, സമയവും ശരിയായിരുന്നില്ല, എൻ്റെ നിർദ്ദേശവും നീ മറികടന്നു. അതിൻ്റെ ഫലമായിട്ട് രുദ്രന്മാരുടെ ആ തത്വത്തെയാണ് അവഹേളിച്ചത്. ആ സമയത്താണെന്നും പാടില്ല എന്ന് രുദ്രന്മാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതൊന്നും വകവെക്കാതെയാണ്, അവരെ അവഹേളിച്ചാണ് നീ ഇതെല്ലാം ചെയ്തത്. അതുകൊണ്ട് നിനക്ക് അസുരന്മാരായ 2 സന്താനങ്ങൾ ജനിക്കും. 3 ലോകങ്ങളെയും അവർ കരയിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള 2 സന്താനങ്ങളാണ് നിനക്ക് കിട്ടാൻ പോകുന്നത്. പിന്നെ എന്ത് സംഭവിക്കുമെന്ന് പറയുകയാണ് 39. നിരപരാധികളും പാവങ്ങളായ പ്രാണികളും കൊല്ലപ്പെടുമ്പോൾ, അങ്ങനെ 2 പുത്രന്മാരുണ്ടായിട്ട് അവരെന്ത് ചെയ്യും? നിരപരാധികളെ ഉപദ്രവിക്കും, പാവങ്ങളായ പ്രാണികളെ കൊല്ലും,
സ്ത്രീജനങ്ങൾ പിടിക്കപ്പെടുമ്പോൾ സ്ത്രീജനങ്ങളെയെല്ലാം പിടിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഉപദ്രവിക്കുക എന്ന നിലയിൽ തന്നെ കാണുന്നത്. എപ്പോഴും എല്ലാ അധർമ്മികളും ചെയ്യുന്നത് അധർമ്മം പെരുകുമ്പോൾ അതെല്ലാം കയറി പ്രയോഗിക്കുന്നത് ആരുടെ മേലെയാണ്? സ്ത്രീകളുടെ മേലെയാണ്. അങ്ങനെയാവുമ്പോൾ കൂടാതെ മഹാത്മാക്കൾ പ്രകോപിതരാകുമ്പോൾ, നല്ല ചിന്തകരായ നല്ല ആൾക്കാർ, നീതിമാന്മാര് പ്രകോപിതരാകുമ്പോൾ, ഇപ്പം ലോകത്തിൽ ഇങ്ങനെ അധർമ്മമെല്ലാം വരുമ്പോഴാണ് നീതിമാന്മാർ അതിനായിട്ട് പ്രതികരിക്കും. അവർ പ്രകോപിതരായും അത്തരം സമയങ്ങളിൽ ലോകപാലകനായ നാരായണൻ അവതാരമായി വന്ന് വജ്രധാരിയായ ഇന്ദ്രൻ പർവ്വതങ്ങളെ തകർക്കുന്നത് പോലെ അവരെ സംഹരിക്കും. ഇതിൻ്റെ 2 മക്കളെയും നാരായണൻ വന്നിട്ട് ഇവർ ലോകത്തിന് ഭാരമായി തീരുമ്പോൾ, ദോഷമായി തീരുമ്പോൾ, സഹിക്കാൻ പറ്റാത്തപ്പോൾ വന്നിട്ട് സംഹരിച്ചോളും. അപ്പം ദതി പറയാണ് 40-ലും 41-ലും സുദർശന ചക്രധാരിയായ നാരായണനാൽ അവർക്ക് വധം നേരിടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സുദർശന ചക്രമുള്ള അവര്, സുദർശന ചക്രം ധരിച്ച നാരായണൻ വന്നിട്ട് ഇവരെ കൊല്ലുന്നത് ഞാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ കോപിഷ്ഠരായ ബ്രാഹ്മണരിൽ നിന്നും ആകരുത്. നാരായണൻ വന്ന് കൊന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷേ കോപിഷ്ഠരായ ബ്രാഹ്മണരുടെ നല്ല ആൾക്കാരെല്ലാം കൂടിയിട്ട് നല്ല ആൾക്കാരാണല്ലോ പ്രകോപിതരാവുക. ഈ അധർമ്മം പെരുകുമ്പോഴും നല്ല ആൾക്കാര്, അവരാണ് ബ്രാഹ്മണരായിട്ട് ഇവിടെ ചിത്രീകരിക്കുന്നത്, അവര് വന്ന് തല്ലിക്കൊന്നാല് എന്താ പറ്റുക? കാരണം 42-ൽ പറയാണ്, ബ്രാഹ്മണ ശാപത്താൽ നശിക്കപ്പെട്ടാൽ, അല്ലെ ബ്രാഹ്മണര് വന്ന് കൊന്ന് നല്ല ആൾക്കാര് ഒരു രാജ്യം ദൂഷിക്കുമ്പോൾ നല്ല നീതിമാന്മാരായ ആൾക്കാർ, അവരെയാണ് ബ്രാഹ്മണർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ല ജനം കൊണ്ട് കിട്ടുന്ന പരിപാടിയൊന്നും അല്ല ഇത്. നല്ല ആൾക്കാർ, നീതിമാന്മാർ, അവർ ആ ദുർഭരണത്തിനെതിരായി പ്രതികരിക്കുമ്പോൾ ആ ഫലം കൊണ്ടാണ് ഇവർ നശിക്കാൻ പോകുന്നത് എന്നാണ് പറയുന്നത്. അങ്ങനെ നശിച്ചാൽ എന്ത് കിട്ടില്ല? അവർക്ക് നരകത്തിലുള്ളവർ പോലും അവരെ അനുഗ്രഹിക്കില്ല. അപ്പൊ നല്ല ആൾക്കാര്, ഒരു സമൂഹത്തിൽ നല്ല നീതിമാന്മാരായ ആൾക്കാർ ഭരണത്തിനെ പുച്ഛം പറയുകയും അതിനെതിരായി പ്രതികരിക്കുകയും അതിൻ്റെ ഫലമായിട്ട് അവർ നശിക്കുകയും ചെയ്താൽ നരകത്തിലുള്ളവർ പോലും അവരെ കുറ്റം പറയും. ഏത് യോനിയിൽ ജനിച്ചാലും രക്ഷപ്പെടാൻ പോകുന്നില്ല. ഏത് യോനി എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ കുലത്തിലോ ക്ഷത്രിയത്തിലോ പട്ടിയിലോ പൂച്ചയിലോ എവിടെ ജനിച്ചാലും അവർ പിന്നെ രക്ഷപ്പെടാൻ പോകുന്നില്ല. അതായത് നല്ല ആൾക്കാരെ അപമാനിക്കുന്നത്, നല്ല നീതിമാന്മാർക്കെതിരായി പ്രതികരിക്കുന്ന അധർമ്മികൾക്ക് നരകത്തിൽ പോലും സ്ഥാനം കിട്ടില്ല. അങ്ങനെയുള്ള ദുഷിച്ച അവർ പോലും അവരെ നിന്ദിക്കും എന്നാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. എന്നാൽ വിഷ്ണു ആണെങ്കിലോ, വിഷ്ണു വന്നിട്ട് കൊല്ലുമ്പോൾ എന്താ പറ്റുന്നത്? ദൈവത്തെ കണ്ടുകൊണ്ടാണല്ലോ മരിക്കുന്നത്. അപ്പൊ എന്താണ്? ബ്രഹ്മസാക്ഷാത്കാരമാണ്. അതാണ് അവിടുത്തെ പ്രത്യേകത. എല്ലാവരും നാട്ടിൽ നിന്ന് ഭരണം ദുഷിക്കുമ്പോൾ ജനങ്ങളെല്ലാം കൂടി നല്ല നീതിവാന്മാരായ ആൾക്കാർ അദ്ദേഹത്തെ തല്ലിക്കൊന്നു കഴിഞ്ഞാൽ അവർക്ക് മോശം കിട്ടില്ല. പക്ഷെ വിഷ്ണു വരികയാണെങ്കിൽ അത് വേറെ തന്നെ കാര്യമാണ്. കാരണം എന്തുകൊണ്ട്? ദൈവത്തെ കണ്ടുകൊണ്ട് മരിക്കുക എന്ന് പറഞ്ഞാൽ ബ്രഹ്മസാക്ഷാത്കാരമാണ്. ഇപ്പം 43-44 കശ്യപൻ പറയുകയാണ്, ചെയ്തതിലെ പശ്ചാത്താപത്താലും നീ ഇപ്പം ചെയ്ത തെറ്റിന് പശ്ചാത്തപിച്ചു. യുക്തി ചിന്തയാലും, ഈ യുക്തി ചിന്താപരമായിട്ട് ശരിയായ നിലയിൽ ഇപ്പം നിനക്ക് ചിന്തിക്കാനും പറ്റി. ശ്രീഹരിയിലെ നീ വിശ്വസിക്കുന്നു. ആ ശക്തിയിൽ, പ്രപഞ്ചത്തിൻ്റെ പിന്നിലുള്ള ആ ശക്തിയെ നീ തിരിച്ചറിയുന്നു. നീ എന്നെ ആദരിക്കുകയും ചെയ്തു. എന്നോടാണല്ലോ ഇതെല്ലാം വന്ന് പറഞ്ഞത്, ഇതെല്ലാം തെറ്റുപറ്റിപ്പോയി ചെയ്തത് കാരണം നിനക്ക് നിന്റെ പുത്രന്മാരിൽ ഒരാളിലൂടെ നല്ല ഒരു
സജ്ജന സമ്പന്നനായ ഒരു കുട്ടി ലഭിക്കും. അതാണ് പ്രഹ്ലാദം. ഒരു പുത്രൻ, ഈ രണ്ട് പുത്രന്മാരിൽ നിന്നും ഒരാളിലൂടെ ഒരു പുത്രനെ എനിക്ക് ലഭിക്കും. അവൻ സജ്ജന സമ്പന്നനായി ഭവിക്കും. അവൻ്റെ കീർത്തി ഭഗവാനോടൊപ്പം ഉയരും. ഭഗവാന് സമാനമായ കീർത്തിയുള്ളവനായി അവൻ മാറും. ഇനി 45 പറയുന്നു, നിറം മങ്ങിയ സ്വർണത്തെ നിറം വെപ്പിക്കുന്ന പ്രക്രിയയിലൂടെ തിളക്കമുള്ളതാക്കി നിർത്താം. ഇപ്പൊ സ്വർണം നിറം മങ്ങിയിട്ടുണ്ടെങ്കിൽ ഉരുക്കിയിട്ടല്ല അതിന് എന്ത് ചെയ്യാം? നല്ലതാക്കി മാറ്റാം. അതിനുള്ള നിറം മങ്ങിപ്പോയാലും അങ്ങനെ നീക്കാനുള്ള പ്രക്രിയകളെല്ലാം ഉണ്ട്. അതിലൂടെ അതിനെന്തുണ്ടാക്കാം? തിളക്കമുള്ളതാക്കി പോകും, തിളക്കമുള്ളതാക്കാം. അതേപോലെ നമ്മുടെ ചിത്തത്തിലെ മാലിന്യങ്ങള്, മതമത്സരാദികളെ വിട്ടുകളഞ്ഞാൽ അവൻ ശുദ്ധമായി തീരും. അതായത് ഈ വിധി കുറെ ആ സമയത്തായാലും പറ്റി സംഭവിച്ചു. പക്ഷെ ഇപ്പൊ എല്ലാം ശുദ്ധമാക്കിയിട്ട് ഇപ്പൊ അവളെന്തായി? ശുദ്ധമായിട്ട് മാറി. അതുപോലെ ഏതുപോലെ സ്വർണം മങ്ങിപ്പോയാലും പല വഴികൾ ഉപയോഗിച്ചിട്ട് അതിനെന്താക്കി തിളക്കമുള്ളതാക്കി മാറ്റാം. അതുപോലെ തന്നെ മനസ്സിലെ മതമത്സരങ്ങളിൽ എടുത്ത് ദൂരെ കളഞ്ഞു കഴിഞ്ഞാൽ മനസ്സാദ്യം ശുദ്ധമായി തീരും. അങ്ങനെ ആരും മോശവും നല്ലത് എല്ലാവരും നല്ലതാണ്, ഇന്നാണോ എപ്പോഴും നല്ലതാണ്, അല്ലെങ്കിൽ അയാൾ എപ്പോഴും മോശമാണ്, ഇതിലൊന്നും അർത്ഥമൊന്നും ഇല്ല. ഇനി 46 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, യാതൊരുവന്റെ പ്രഭാവത്താൽ യാതൊരുവനാണ് ഇതെല്ലാമായി മാറിയത്. യാതൊരുവന്റെ പ്രഭാവത്താലാണ് എല്ലാം സംഭവിക്കുന്നത്. ആ യാതൊരുവൻ തന്നെയാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാമായി മാറിയത്. ദുഷ്ടന്മാരും നീചന്മാരും നല്ല ആൾക്കാരും എല്ലാം അവൻ തന്നെയാണ്. അങ്ങനെയുള്ള ആ ശ്രീഹരി, ആ നാരായണൻ നിന്റെ പൗത്രന്റെ മുന്നിൽ വന്നിട്ട് ദർശനമേകിയിട്ട് അവനെ സന്തോഷിപ്പിക്കും. ആ ശക്തി നിന്റെ പൗത്രന്റെ മുന്നിൽ വരും, എന്നിട്ട് ദർശനം നൽകി അനുഗ്രഹിക്കും. ഇനി 47 മഹാഭക്തനും, അവൻ എന്താണ്? മഹാഭക്തനാണ്, മഹാമനസ്കനാണ് ആയ അവൻ സംശുദ്ധമായ അന്ധകരണത്താൽ, അവൻ്റെ അന്ധകരണം എന്തായിരിക്കും? വളരെ ശുദ്ധമായിരിക്കും. ശ്രീനാരായണനെ മനസ്സിൽ പ്രതിഷ്ഠിച്ചിട്ട് ഒടുവിൽ എന്ത് ചെയ്യും? ശരീരത്തെ വെടിഞ്ഞിട്ട് ബ്രഹ്മസാക്ഷാത്കാരം നേടും. അപ്പം ബ്രഹ്മത്തിൽ ചെയ്യുമ്പോൾ നമ്മളെ ശരീരത്തെ എടുത്ത് ദൂരക്കളയും. പിന്നെ ശരീരമില്ല, ഞാൻ ആത്മാവാണ്, അത് ബ്രഹ്മവുമായി ചേർന്ന് ശരീരമില്ല. അല്ലാതെ എന്താണ് ഇപ്പോൾ പേപ്പറിലെല്ലാം കാണുന്നത്? സമാധി എന്ന് പറഞ്ഞിട്ട് ഈശ്വരനുമായി ചെയ്യുന്നത്. പക്ഷേ ഈ ശരീരത്തെ പിടിച്ചുകൊണ്ടാണ് സമാധി. ശരീരത്തിനെ പിന്നെ ഉടുപ്പിച്ച് ഊരിപ്പിച്ച് പൊടിയെല്ലാം വേതറി പൂവെല്ലാം ഇട്ട് ശരീരത്തെ കളഞ്ഞിട്ടാണ് ബ്രഹ്മസാക്ഷാത്കാരം. ആ കളഞ്ഞ ശരീരം എടുത്തിട്ടാണ് ഇവിടെ പിന്നെയുള്ള കച്ചവടങ്ങൾ. ശരീരത്തെ വെടിഞ്ഞ് ബ്രഹ്മസാക്ഷാത്കാരം നേടും. പിന്നെ 48 അവനെ തന്നെ പറ്റിയാണ് പറയുന്നത്. അവൻ്റെ സ്വഭാവം അനാസക്തനാണ്, സൽസ്വഭാവിയാണ്, ഗുരുവല്ല ഗുണനിധിയും, പരോത്കർഷത്തിന് സന്തുഷ്ടനും, മറ്റുള്ളവരെ ദുഃഖിക്കുമ്പോൾ അവ ദുഃഖിക്കുന്നവനും, അജാതശത്രുവും, വേനലിൻ്റെ ചൂടിനെ അല്ലെങ്കിൽ പകലിൻ്റെ ചൂടിനെ ചന്ദ്രനാൽ തണുപ്പിക്കുന്നത് പോലെ അവനെന്ത് ചെയ്യും? ലോകത്തിലുള്ള എല്ലാ സന്താപങ്ങളെയും തീർക്കുന്നവനായിട്ട് ഭവിക്കും. അവൻ അത്ര നല്ലൊരു വ്യക്തിയായിട്ട് മാറും. ഏത്? ഈ 2 അസുരന്മാരുടെ ഒരാളുണ്ടാകുന്ന പുത്രൻ്റെ നല്ലൊരു സ്വഭാവമാണ്. അപ്പോൾ
അച്ഛൻ മോശമായതുകൊണ്ട് മക്കൾ നല്ലതായി കൂടാതിരിക്കുകയില്ല. അച്ഛൻ നല്ലതായതുകൊണ്ട് മക്കൾ നല്ലതാണെന്നും ഇല്ല. അതെല്ലാം കാലം ആവശ്യമനുസരിച്ച് ഓരോ ആളിൽ നിന്ന് സൃഷ്ടിച്ചെടുക്കുന്നു. ചിലപ്പോൾ മോശത്തെ എടുക്കും, മോശത്തെ ആവശ്യമുണ്ട്. കാരണം ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ സെക്കൻഡ് ലോ പ്രകാരം എവറി ആക്ഷൻ ഉണ്ടെങ്കിൽ ദർ ഈസ് എ റിയാക്ഷൻ ഓൾസോ. എല്ലാം സ്വയമായിട്ടാണ് സൃഷ്ടിച്ചത്. നല്ലതുണ്ടെങ്കിൽ മോശമുണ്ട്. ഇത് രണ്ടും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിൻ്റെ ബാലൻസിലാണ് ലോകം പോകുന്നത്. നിയമസഭയിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും പരസ്പരം എതിർക്കുക. അതിലൂടെയുള്ള ഒരു മധ്യവത്തിലൂടെയാണ് കാലം മുന്നോട്ടേക്ക്, രാജ്യം മുന്നോട്ടേക്ക് പോകുന്നത്. ഇത് 49 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പല അവതാരങ്ങൾ എടുക്കുന്നവനായ ശ്രീ അവതാരങ്ങൾ എടുക്കുന്നവൻ ഇപ്പം വേറൊരു അവതാരം എടുക്കുമെന്ന് പറയുകയാണ് എപ്പോഴും. അതേസമയം തന്നെ ശ്രീ ഭഗവതി എന്ന സുന്ദരിയുടെ ഭൂഷണമായവനും ആ നാരായണനെ വർണ്ണിക്കുന്നതായിട്ട് കണ്ടാൽ മതി. മകരകുണ്ടലങ്ങളോട് ശോഭിക്കുന്നവനും താമര കണ്ണുള്ളവനുമായ അവനെ നിന്റെ പൗത്രൻ ദർശിക്കും. അതായത് നിന്റെ പുത്രന് ആ ഒരു നാരായണനെ ദർശിക്കുവാനുള്ള യോഗം പോലും കിട്ടും. മറ്റവർക്ക് അച്ഛനും കിട്ടുന്നുണ്ട്, എന്തിന് കൊല്ലാൻ വേണ്ടി വരുമ്പോഴും ദർശനം കിട്ടുന്നുണ്ട്. അപ്പൊ അവളുടെ ആഗ്രഹം അത് തന്നെയായിരുന്നു. കാരണം ആ സുദർശന ചക്രമുള്ള ആൾ വന്ന് കൊല്ലണം, അത് തന്നെയാണ് എൻ്റെ ആഗ്രഹം തന്നെ. ആ ദർശിക്കാൻ, അതിലൂടെ ബ്രഹ്മസാക്ഷാത്കാരം നേടാം. ഈ പൗത്രന് എന്ത് പറ്റിയാണ്? നേരിട്ട് നല്ല സ്വഭാവം കൊണ്ടും നേരിട്ട് ദർശനം കിട്ടുകയാണ്. അപ്പൊ ഇതെല്ലാം കാലത്തിന്റെ ആവശ്യത്തിന് ചെയ്യുന്നതാണ്. അല്ലാതെ ഇതിലാര് നല്ല എന്ത് മോശമെന്നൊന്നും ഇതിനൊന്നും ഒരു പ്രശസ്തിയും ഇല്ല. പിന്നെ 50 മൈത്രേയൻ പറയുന്നു, ഭഗവാൻ ഭക്തിയിൽ അകപ്പെട്ട പൗത്രനെ പറ്റി കേട്ടിട്ട്, ഭഗവത് ഭക്തിയിൽ അടിയുറച്ചു നിൽക്കുന്ന പൗത്രനെ പറ്റി ഭർത്താവ് പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം, ഭർത്താവിന് ദീർഘവീക്ഷണമുള്ള കക്ഷിയാണല്ലോ, അദ്ദേഹത്തിന് നടക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ടറിയാം. ബ്രഹ്മർഷി എന്നാണ് പറയുന്നത്. ബ്രഹ്മരഹസ്യം മുഴുവൻ മനസ്സിലാക്കിയ കക്ഷിയാണ്. അപ്പം എന്താണ് നടക്കുന്നതെന്നുള്ള കാര്യങ്ങളെല്ലാം നല്ലോണം അറിയാം. അങ്ങനെയുള്ളവരാണ് ദിതിയോട് പറഞ്ഞു കൊടുത്തത്. അപ്പം ഭഗവത് ഭക്തനായ പൗത്രനാണ് എനിക്ക് കിട്ടാൻ പോകുന്നതെന്ന് പറഞ്ഞതിനെ പറ്റിയെല്ലാം കേട്ടപ്പോൾ ദിതിക്ക് വളരെ സന്തോഷമുണ്ടായി. അതുമാത്രമല്ല, പുത്രന്മാരുടെ മരണം മഹാവിഷ്ണുവിലൂടെയാണെന്നത് അറിഞ്ഞിട്ട് മനസ്സിൽ ഉന്മേഷം തോന്നി അവൾക്ക്. കാരണം അവളുടെ മക്കൾ രണ്ടുപേരും ഭഗവാനിലൂടെയാണ് ഭരിക്കാൻ പോകുന്നത്. നേരെ ഭഗവാൻ തന്നെ വരികയാണ്. നമ്മുടെ കുരുക്ഷേത്രത്തില് ഭീഷ്മര് യുദ്ധം ചെയ്യുമ്പോൾ അർജുനൻ യുദ്ധം ചെയ്യാൻ കൊല്ലാൻ തയ്യാറായിട്ട് അങ്ങനെ ശങ്കിച്ച് നിൽക്കുമ്പോൾ കൃഷ്ണൻ തന്നെ എന്നാൽ നിന്നെ കൊണ്ട് പറ്റൂല, ഞാൻ തന്നെ കൊല്ലാന്നും പറഞ്ഞ് എത്തിയപ്പോൾ ഭീഷ്മർക്ക് വലിയ സന്തോഷമായി. ഭീഷ്മരെന്ന് പറഞ്ഞ നിന്റെ കൈയോണ്ട് എന്നെ കൊല്ലാൻ സാധിച്ചു, ഇതിലും വലിയ അനുഗ്രഹം വേറെ ഉണ്ടോ എന്നുള്ള നിലയിൽ ഭീഷ്മരെ സന്തോഷിച്ചു. അങ്ങനെയുള്ളൊരവസരം നേരെ ആ ശക്തി തന്നെ വന്നിട്ടാണ് കൊല്ലാൻ വരുന്നത്. എന്നിട്ട് ദിവ്യ ദൃഷ്ടി ശരിയായ ആ ഭഗവത് ദർശനമാണ് കൊടുക്കുന്നത്. അതിലൂടെ അവർക്ക് എന്ത് പറ്റുകയാണ്? ബ്രഹ്മസാക്ഷാത്കാരമാണ് നൽകുന്നത്. ബാക്കിയുള്ള സാധാരണ മരണമല്ല, ബ്രഹ്മസാക്ഷാത്കാരമാണ്. ബ്രഹ്മത്തെ തന്നെ കാണുകയാണ്. അപ്പോഴും ബ്രഹ്മസാക്ഷാത്കാരത്തിന് സമാനമാണല്ലോ. അപ്പം പിന്നെ മരണമില്ല. അപ്പം മരണത്തെ പോലും മറികടക്കുന്ന അവസ്ഥയിലേക്കാണ് ഈ അസുരന്മാർ എത്താൻ പോകുന്നത്.
അപ്പോൾ ഈ മോശ സമയത്ത് ജനിച്ചു എന്ന് പറഞ്ഞത് കൊണ്ട് എന്താണ് കുഴപ്പം? എന്താണ്? നല്ല അവസരങ്ങളാണ് അവർക്ക് ആ സമയത്ത് ജനിച്ചുകൊണ്ട് കിട്ടുന്നത്. ഇനി പുനർജനിച്ചിട്ട് കഷ്ടപ്പെടേണ്ട ആവശ്യം ഇല്ല. അപ്പം ഇതെല്ലാം കാലം തീരുമാനിച്ചനുസരിച്ച് അങ്ങ് പോവുകയാണ്. ഇതിലൊന്നും ആരും തലമുണ്ടാക്കേണ്ട ആവശ്യമില്ല. ലോകം ഇങ്ങനെയാണ് പോകേണ്ട, എന്താണോ തീരുമാനിച്ചത് അതുപോലെ അങ്ങ് പോയിക്കോളും. അങ്ങനെ ദിതി എന്തായി? വളരെ ഹാപ്പിയായി.